ആക്ടിവിറ്റി 1 എ ചോദ്യം 1 സെൻറ്റിമീറ്ററിന് 10 ഈക്വൽ പാർട്സ് ആക്കിയാൽ ഒരു പാർട്ട് നമുക്കറിയാം 1 സെൻറ്റിമീറ്ററിന് 10 ഈക്വൽ പാർട്സ് ആക്കിയതിൽ ഒരു പാർട്ട് എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആണ്. അതിൽ ബി ചോദ്യം ഹൗ മെനി മില്ലിമീറ്റേഴ്സ് ആർ ദർ ഇൻ 8 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 7 മില്ലിമീറ്റർ. 8 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 80 മില്ലിമീറ്റർ ആണ്. അതിൻ്റെ കൂടെ 7 മില്ലിമീറ്ററും ചേർന്നാൽ 87 മില്ലിമീറ്റർ ആവും. അതിൽ സി ചോദ്യം 4 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ് എന്നുള്ളതാണ്. നമുക്കറിയാം 4 മില്ലിമീറ്ററിന് 4/10 സെൻറ്റിമീറ്റർ എന്നോ 0.4 സെൻറ്റിമീറ്റർ എന്നോ എഴുതാം. അടുത്ത ചോദ്യം 1/100 പാർട്ട് ഓഫ് എ മീറ്റർ. ഒരു മീറ്ററിന് 100 പാർട്ടാക്കിയതിൽ ഒരു പാർട്ടാണ് 1 സെൻറ്റിമീറ്റർ. സോ ആൻസർ ഇസ് 1 സെൻറ്റിമീറ്റർ. അടുത്തത് ഈ ചോദ്യമാണ് 213/100 മീറ്റർ എന്നുള്ളത് എത്ര സെൻറ്റിമീറ്റർ ആണ് എന്നുള്ളതാണ്. 2 മീറ്റർ എന്ന് പറയുന്നത് 200 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ കൂടെ 13 സെൻറ്റിമീറ്ററും കൂടി വരും. അപ്പോൾ 213 സെൻറ്റിമീറ്റർ വരും. ഇനി ആക്ടിവിറ്റി 2 പിക്ചേഴ്സ് നോക്കിയാൽ തന്നെ നമുക്ക് അതിൻ്റെ ഫ്രാക്ഷൻസ് കറക്റ്റായിട്ട് മനസ്സിലാവും. 5/8 എന്ന് പറയുന്നത് പിക്ചർ ബി ആണ്. 1/2 എന്ന് പറയുന്നത് പിക്ചർ സി ആണ്. 1/3 എന്ന് പറയുന്നത് പിക്ചർ എ ആണ്. 3/4 എന്ന് പറയുന്നത് പിക്ചർ ഡി ആണ്. അതിൽ ബി ചോദ്യം ഒരു സ്ക്വയറിന് 8 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് അതിന് 1 പാർട്ടിന് ഷെയ്ഡ് ചെയ്യാനാണ് പറയുന്നത്. കാരണം നമുക്ക് ഒരുപാട് രീതിയിൽ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഏതെങ്കിലും ഒരു രീതി നമുക്ക് ചെയ്യാം. ഇനി ആക്ടിവിറ്റി 3 നോക്കാം. 1.5 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് എന്ന് പറയുന്നത് 1/2 ലിറ്റർ ആണ്. 1/2 ലിറ്റർ. ഇനി 2¼ മീറ്റർ ഓഫ് ക്ലോത്ത് എന്ന് പറയുന്നത് 1/4 മീറ്റർ ആണ്. ഇനി 1 സർക്കിൾ ആൻഡ് 2 പാർട്ട് ഓഫ് അനദർ സർക്കിൾ ഡിവൈഡഡ് ഇൻറ്റു 3 പാർട്സ് എന്ന് പറയുന്നത് 2/3 സർക്കിൾ ആണ്. അടുത്തത് എ ഫ്രാക്ഷൻ ഈക്വൽ ടു ഹാഫ് വെൻ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 8 ഈക്വൽ പാർട്സ്. 8 ഈക്വൽ പാർട്സ് ഉള്ളതിൽ ഹാഫ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 4/8 ആണ്. 4/8 ആണ് 1/2നോട് ഈക്വൽ ആയിട്ടുള്ളത്, അതായത് ഹാഫിനോട് ഈക്വൽ ആയിട്ടുള്ളത്. അടുത്തത് എത്ര 1/3 മീറ്റർ ചേർന്നാലാണ് 1 മീറ്റർ ആവുക? നമുക്ക് അറിയാം 3 1/3 മീറ്റേഴ്സ് ചേർന്നാലാണ് 1 മീറ്റർ ആവുക. ആൻസർ 3. ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ആക്ടിവിറ്റി 4 എ ചോദ്യം അവിടെ തന്നിരിക്കുന്ന ഹാൻഡ്സ് ഏതൊക്കെയാണെന്ന് ക്ലോക്കിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. അവർ ഹാൻഡ്, മിനിറ്റ് ഹാൻഡ്, സെക്കൻഡ് ഹാൻഡ് 3 തന്നിട്ടുണ്ട്. അടുത്ത ചോദ്യം ഏത് ഹാൻഡാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത്? നമുക്കറിയാം സെക്കൻഡ് ഹാൻഡാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം മിനിറ്റ് ഹാൻഡ് 1 കംപ്ലീറ്റ് റൊട്ടേഷന് വേണ്ടി എടുക്കുന്ന ടൈം. ഒരു മിനിറ്റ് ഹാൻഡ് കംപ്ലീറ്റ് റൊട്ടേഷൻ എടുക്കുന്ന ടൈം 60 സെക്കൻഡ് ഓർ 1 അവർ ആണ്. ഡി ചോദ്യം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സമയം എത്രയാണ്? 7:15 ആണ്. ഈ ചോദ്യം 8:30 എന്ന ടൈമിന് കാണിക്കുന്ന ഒരു ക്ലോക്ക് വരയ്ക്കാനാണ്. നമുക്കറിയാം 18:30 എന്ന് പറഞ്ഞാൽ 8:30 ആണ്. 8:30 റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ക്ലോക്കിൻ്റെ പിക്ചർ വരയ്ക്കുക. ആക്ടിവിറ്റി 5 3 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ എ ചോദ്യം എന്ന് പറയുന്നത് 3 പിക്ചേഴ്സിനും റെപ്രസെൻറ്റ് ചെയ്യുന്ന 2 ഫ്രാക്ഷൻസ് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ പിക്ചറിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 8 ഈക്വൽ പാർട്സിൽ 2 പാർട്സിനാണ് കളർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2/8 എന്ന് എഴുതാം. 2/8നോട് ഈക്വൽ എന്ന് പറയുന്നത് 1/4 ആണ്. അപ്പോൾ അത് 2 നമുക്ക് എഴുതാം. ഇനി രണ്ടാമത്തെ പിക്ചർ കാണിച്ചിരിക്കുന്നത് 4/8 ആണ്. 4/8 എന്നത് 1/2നോട് ഈക്വൽ ആണ്. സോ 4/8 ആൻഡ് 1/2 രണ്ടും എഴുതാം. ഇനി അതിൽ മൂന്നാമതായി കാണിച്ചിരിക്കുന്നത് 6/8 ആണ്. 6/8 എന്ന് പറയുന്നത് 3/4നോട് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് 6/8 ആൻഡ് 3/4 എഴുതാം. അടുത്തത് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തതിൽ ഒരു ഫ്രാക്ഷണൽ ഫോം തന്നിട്ടുണ്ട് 7 3/10 സെൻറ്റിമീറ്റർ. അതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ 3 മില്ലിമീറ്റർ ആണ്. ഡെസിമൽ ഫോം 7.3 സെൻറ്റിമീറ്റർ ആണ്. അടുത്തത് തന്നിരിക്കുന്നത് ഡെസിമൽ ഫോമാണ് 5.43 മീറ്റർ ആണ്. അതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 5 മീറ്റർ 43 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഫ്രാക്ഷണൽ ഫോം 543/100 ആണ്. അടുത്തതും ഡെസിമൽ ഫോം തന്നെയാണ് തന്നിരിക്കുന്നത് 6.875 കിലോഗ്രാം. അതിനെ മെഷർമെൻ്റ് ആക്കി എഴുതുമ്പോൾ 6 കിലോഗ്രാം 875 ഗ്രാം എന്നാണ് വരിക. അതിൻ്റെ ഫ്രാക്ഷണൽ ഫോം 875/1000 കിലോഗ്രാം എന്നുള്ളതാണ്. അടുത്ത മെഷർമെൻറ്റ് തന്നിരിക്കുന്നത് 5672 മില്ലി ലിറ്റർ ആണ്. ഇതിൽ 5000 എന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ 5 ലിറ്ററായി. അപ്പോൾ നമുക്ക് ഫ്രാക്ഷണൽ ഫോമായിട്ട് എഴുതാൻ പറ്റുന്നത് 672/1000 ലിറ്റർ എന്നാണ്.
അടുത്തത് തന്നിരിക്കുന്നത് 10 കിലോഗ്രാം 125 ഗ്രാം എന്നുള്ളതാണ്. അതിൻ്റെ ഫ്രാക്ഷണൽ ഫോം 10 125/1000 ഗ്രാം. അതിൻ്റെ ഫ്രാക്ഷണൽ ഫോം എന്നുള്ളത് 10.125 ഗ്രാം എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്.